സ്മാർട്ട് പോലീസിംഗിന് ഇനി AI കരുത്ത്. 3 പുതിയ പദ്ധതികളുമായി ആഭ്യന്തര വകുപ്പ്. കേരള പോലീസിന് ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നൂതന കരുത്ത്. ക്രമസമാധാന പാലനത്തിനും റോഡ് സുരക്ഷയ്ക്കും പുതിയ മുഖം നൽകാൻ 3 വൻകിട ഡിജിറ്റൽ പദ്ധതികൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. റോഡ് അപകടങ്ങൾ പ്രതിരോധിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത AI ട്രാക്ക്, സ്മാർട്ട് പോലീസിംഗ് ഉറപ്പാക്കുന്നതിനുള്ള ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള സൈബർ വാൾ എന്നീ 3 പദ്ധതികൾക്കാണ് സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത്. എന്നാൽ കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും നൂതനമായ 3 പദ്ധതികളാണ് ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് 3 ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി കേരള പോലീസ് വിദഗ്ധമായ നിലയിൽ വികസിപ്പിച്ചെടുത്തതാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. സംസ്ഥാന സർക്കാരിന്റെ 100 പരിപാടികളുടെ ഭാഗമായാണ് ആഭ്യന്തരമന്ത്രി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. ജനങ്ങൾക്ക് കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സേവനങ്ങൾ ഉറപ്പാക്കുക, റോഡ് അപകടങ്ങൾ ഇല്ലാതാക്കുക, സൈബർ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നിവയാണ് ഈ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇത് 3 നമുക്ക് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് AI ട്രാക്ക്, രണ്ടാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് സൈബർ വാൾ. നമ്മുടെ സാങ്കേതിക വിദ്യ കൊണ്ട് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ് ഈ 3. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പം നടക്കുന്ന സൈബർ തട്ടിപ്പ്. ഒന്നാമതായി AI ട്രാക്ക്. റോഡ് അപകടങ്ങൾ തടയുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സംവിധാനമാണിത്. റോഡുകളിലെ അപകട സാധ്യതകളും ഗതാഗത തടസ്സങ്ങളും മുൻകൂട്ടി തിരിച്ചറിയാനും ഈ വിവരങ്ങൾ തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കാനും AI ട്രാക്കിലൂടെ സാധിക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ അപകടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ കേരള പോലീസ് നടപ്പാക്കുന്ന ഏറ്റവും സുപ്രധാന ഇടപെടലുകളിൽ ഒന്നാണ് ഇത്. ട്രാഫിക്കിനെ നിയന്ത്രിക്കാനും അപകടങ്ങൾ കുറയ്ക്കാനും ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒന്നാണ് AI ട്രാക്ക് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കാം. രണ്ടാമതായി ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം. പോലീസിന്റെ സേവനങ്ങൾ അതിവേഗം ജനങ്ങളിലേക്ക് എത്തിക്കാനും പെട്രോളിംഗ് സംവിധാനം കുറ്റമറ്റതാക്കാനും ഈ പ്ലാറ്റ്ഫോം സഹായിക്കും. പോലീസിന്റെ വിവിധ പെട്രോളിംഗ് യൂണിറ്റുകളെ മുഴുവൻ ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ഏകോപിപ്പിക്കുന്നതിലൂടെ ഏതൊരു അടിയന്തര സാഹചര്യത്തിലും വളരെ വേഗത്തിൽ സംഭവ സ്ഥലത്ത് എത്തുന്നതിനും പൊതുജനങ്ങൾക്ക് മികച്ച സുരക്ഷ ഉറപ്പാക്കുന്നതിനും പോലീസിന് സാധിക്കും. പലപ്പോഴും നമ്മൾ പോലീസിന്റെ പെട്രോളിംഗിന്റെ ഈ മൊബൈൽ പെട്രോളിംഗ് പറയാറുണ്ട്, കൂടുതൽ പെട്രോൾ തീർന്നു പോലാണ്. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഇതൊരു ഇഫക്റ്റീവ് പോലീസ് പ്രസൻസ്, ക്രൈം പ്രിവെൻഷനും എൻഷുറിംഗ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ആൻഡ് ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിളും എൻഷുർ ചെയ്യാവുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് ബീറ്റ് സിസ്റ്റം. മൂന്നാമതായി സൈബർ വാൾ. രാജ്യത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകുന്ന സാഹചര്യത്തിൽ ഡിജിറ്റൽ ലോകത്തെ പ്രതിരോധത്തിനായി രൂപകൽപ്പന ചെയ്ത സംവിധാനമാണിത്. AI അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്ന ഇത് സൈബർ സുരക്ഷാ ബോധവൽക്കരണം, പ്രചരിക്കുന്ന വിവരങ്ങളുടെ സത്യാവസ്ഥ പരിശോധിക്കൽ, അടിയന്തര സഹായം ലഭ്യമാക്കൽ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. കേരള പോലീസിലെ സമർത്ഥരായ ഉദ്യോഗസ്ഥർ തന്നെ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനത്തിനായി 600-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിനകം പരിശീലനം നൽകി കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പം നടക്കുന്ന സൈബർ തട്ടിപ്പ്. ആളുകളെ തട്ടിക്കുന്നു, പോലീസിന്റെ പോലീസാണെന്ന് പറഞ്ഞ ആളുകളെ തട്ടിക്കുന്ന ആളുകളുണ്ട്. സൈബർ ക്രൈംസ് വർദ്ധിച്ചു വരുന്നുണ്ട്, സൈബർ തട്ടിപ്പുകൾ വ്യാപകമാകുന്നുണ്ട്. അപ്പൊ ഇതിനെ തടയാൻ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ സൈബർ വാളിലൂടെ ഉദ്ദേശിക്കുന്നത്. കേരള പോലീസിന്റെ സാങ്കേതിക ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങൾക്ക് സുരക്ഷിതവും വേഗതയേറിയതുമായ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവെപ്പുകളാണ് ഈ 3 പദ്ധതികളെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സ്റ്റേറ്റ് പോലീസ് ചീഫ് ആൻഡ് DGP ശ്രീ രവാദ ആസാദ് ചന്ദ്രശേഖർ IPS, ശ്രീ ഹേമചന്ദ്രൻ IPS, ശ്രീ P. പ്രകാശ്, ശ്രീ P. വിജയൻ, ശ്രീ സതീഷ് ബിനോ. പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ, ADGP ലോ ആൻഡ് ഓർഡർ P. വിജയൻ, പോലീസ് ഉപദേഷ്ടാവ് A. ഹേമചന്ദ്രൻ, സൈബർ സെക്യൂരിറ്റി IG P. പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു.